നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇന്ന് മൊബൈൽ കണ്ട ഒരു ചിത്രം കണ്ണിൽ നിന്ന് കണ്ണീരും ദുഃഖം മാറുന്നില്ല. കാരണം യു.പിയിലാണെന്ന് വിചാരിക്കും, കരിമ്പിൻ്റെ ചണ്ടിയല്ല, കരിമ്പൻ കയറ്റി പോകുന്ന ഒരു 2 കാള വലിക്കുന്ന കാളവണ്ടി. അതിൻ്റെ മുകളിൽ 4-5 പേര് ഇരിക്കുന്നു. ഒരാൾ നടന്ന് വരുന്നു. കാളക്ക് മെയിൻ റോഡിൽ കയറിയപ്പോൾ കാല് തളർന്നിട്ട് കിടക്കാൻ പോലും പറ്റില്ല. കാരണം അങ്ങനത്തെ ഇതിൽ കഴുത്തിൽ വെച്ചേക്കുന്നത്. എങ്ങനെ സഹിക്കുന്നതൊക്കെ ഉണ്ട്. മൃഗങ്ങളാണെങ്കിൽ പോലും അവർക്ക് കിടക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കണം. പടച്ചവനെ ദൈവമേ, മനുഷ്യവർഗത്തിൽപ്പെട്ട മൃഗങ്ങളിൽ നിങ്ങളിങ്ങനെ ചെയ്യില്ല, ഒന്ന് ശ്രദ്ധിക്കണം. ബന്ധപ്പെട്ട അധികാരികൾ ശക്തമായ ശിക്ഷ കൊടുക്കണം. മറ്റൊന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ രാവിലെ ട്രിവാൻഡ്രത്ത് പോയി വൈകിട്ട് വരുന്നുണ്ട്. പണ്ടത് പറ്റില്ല. പണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ കൽക്കരി എഞ്ചിനിലാണ് ചിലപ്പോൾ ഒരു ദിവസം തന്നെ പിടിക്കും അവിടെ എത്താൻ. അവിടെ ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ വാങ്ങി കാര്യം നടത്തി പിറ്റേ ദിവസം വരുള്ളൂ. ഇതൊരു 2000 ആണ്ടിൽ എൻ്റെ ഓർമ്മ. ഞാൻ രാവിലെ പോയി തിരിച്ച് വൈകിട്ട് വന്നപ്പോൾ അത് എനിക്ക് അത്ഭുതം തോന്നി, എൻ്റെ വീട്ടുകാർക്ക് അത്ഭുതം തോന്നി. പറയാൻ കാരണം, വരുന്ന 50 വർഷത്തിനുള്ളിൽ നമ്മൾ ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്ക് രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ലോകമുണ്ടായിട്ട് അത് കോടിക്കണക്കിന് വർഷമായി. മനുഷ്യവാസം ഉണ്ടായിട്ട് more than 10 crore 10 കോടിയിൽ കൂടുതലായിട്ട്. കാരണം ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ 1,24,000 പ്രവാചകർ, അവർക്ക് 1000 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഏതാണ്ട്. ഇപ്പോൾ എല്ലാം വരുമ്പോൾ ഏതൊരു 10 കോടിയെങ്കിലും വർഷം മിനിമം ആയിട്ടുണ്ട്. ഈ 10 കോടി വർഷത്തിൻ്റെ പുരോഗതിയും 2ാം ലോക മഹായുദ്ധ ശേഷമുള്ള പുരോഗതി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുരോഗതി ഈ 50 വർഷത്തിലാണ്. അങ്ങനെ ഇനിയുള്ള 50 വർഷത്തെ പുരോഗതി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. എന്നുവെച്ചാൽ രാവിലെ ചൊവ്വയിൽ പോയി തിരിച്ചു വരും. അതിന് പ്രകാശമാണ് ഏറ്റവും കൂടുതൽ വേഗതയുള്ള വസ്തു. അത് 3 ലക്ഷം കിലോമീറ്ററാണ്, അല്ലെങ്കിൽ 1,76,000 മൈലാണ്. അപ്പോൾ 100 സെക്കൻഡ് കൊണ്ട് എത്തുമ്പോൾ 3 ലക്ഷം 30 ലക്ഷം 300 ലക്ഷം കിലോമീറ്റർ പോകും. 300 ലക്ഷം കിലോമീറ്റർ 100 സെക്കൻഡ്. ഇത് more than 1.5 minutes ഉണ്ട്. അപ്പം ഞാൻ പറയുന്നു വരുന്നത്, ഇപ്പം എലോൺ മസ്ക് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചാണ്. ഞാൻ ആദ്യമായിട്ട് വായോ അത്ഭുതപ്പെട്ട് വരുന്നല്ല, കാര്യങ്ങൾ നടക്കാൻ പോവാണ്. അങ്ങനെയുള്ള ഈ യുഗത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ മണ്ടന്മാർ കേന്ദ്രമായ ഗൂഢാരമായ കോൺഗ്രസ് നേതാക്കളും കുറേ ശിൽബന്ധികളും കാട്ടിക്കൂട്ടുന്ന വിക്രികൾ കാണുമ്പോൾ നമുക്ക് സങ്കടവും ദുഃഖവും വരുന്നുണ്ട്. 10 വർഷം നീണ്ട കാലത്തിനുള്ളിൽ കഷ്ടപ്പെട്ട് ഭരണം കിട്ടാതെ, കേന്ദ്രത്തിലില്ല സ്റ്റേറ്റും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഒരവസരം കിട്ടാനുള്ള സാധ്യത വന്നപ്പോൾ അതിന് മഹത്വത്തെ എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും പറയിപ്പിക്കുകയാണ്. ഒരുപാട് ചാനലുകൾ അവരൊരു ആഗ്രഹം പറയിപ്പിക്കുന്നുണ്ട്. ഞാനൊന്നും അറിയാത്ത മട്ട് മാറി നിൽക്കുകയാണ്. അത് വേണ്ട. പണ്ഡന്മാരാണ്. കോൺഗ്രസ് പ്രതി രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷവും മോഡിജി നയിക്കുന്ന ഭരണപക്ഷം രണ്ടും നാടിനാപത്താണ്. ഒന്ന് ബുദ്ധിയില്ലെങ്കിലും കാര്യം നേടിയെടുക്കാൻ പ്രാപ്തനാണ്, മറ്റൊന്ന് ബുദ്ധിയില്ലാതെ മണ്ടനാണ്. പറഞ്ഞ മനസ്സിലാകണ്ടോ? കാരണം ബുദ്ധിയുടെ അംശം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവും ഈ ഭരണകക്ഷി നേതാവും മോഡിജിയും രാഹുലും ഒരു കാര്യം പറഞ്ഞാൽ പോരെ, ഈ വനിതാ ബില്ലിന് ഇത്ര നിയമമൊക്കെ ആക്കണോ? ഞാൻ പറഞ്ഞ നേരത്തെ എന്താ പറയേണ്ടത്, ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ വനിതകൾക്ക് 3-1 സീറ്റ് സംവരണം ചെയ്യും. അല്ല, ഒരു കാര്യം ചേർക്കണം. എന്താണ്? അതിൽ പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള വനിതകൾക്കും പ്രത്യേക സംവരണം വേണം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ യു.പി മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗിൻ്റെ മകൻ അഖിലേഷ് യാദവ് ഒന്നുകിൽ മണ്ടൻ അല്ലെങ്കിൽ ബുദ്ധിമാനാകാൻ സാധ്യത. കാരണം അറിയോ, അവിടെ മുസ്ലിം അല്ലാതെ പിന്നെ ന്യൂനപക്ഷമൊന്നുമില്ല. പിന്നോക്കൻ എന്ന് പറയുന്ന ദളിത് എന്ന് പറഞ്ഞാൽ മായാവതിയുടെ കൂടെയാണ്. അതില്ല പിന്നോക്കൻ അവൻ്റെ യാദവിൻ്റെ കൂടെ ആയിട്ട് പ്രത്യേകം പറയണ്ട. അപ്പോൾ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അത് ബാഹ്യമായിട്ടും പിന്നെ ആന്തരികമായിട്ടൊക്കെ ഒറ്റ പ്രസ്താവനയുണ്ട്. എന്നറിയോ, മുസ്ലിം വനിതകൾക്ക് സംവരണം കൊടുക്കും.
എൻ്റെ പൊന്ന് യാദവ്ജി, അഖിലേഷ് ജി, അങ്ങനെ സാമുദായിക സംവരണം ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടന സംവരണം കൊടുക്കുന്ന ഒരൊറ്റ വർഗത്ത് മാത്രമേ ഉള്ളൂ, അത് പട്ടികവർഗം. വേറെ ആർക്കും സംവരണം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മളെന്താ അത് മനസ്സിലാക്കിക്കൊണ്ട് ഭരണഘടനയെക്കുറിച്ച് ഏതാണ്ട് മനസ്സിലാക്കിയ മൊയ്തീൻ ഷായും ഗ്രൂപ്പും നമ്മൾ സംവരണം വേണമെന്ന് പറയുന്നേ ഇല്ല. പിന്നെ എന്ത് വേണം? ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പ്രാതിനിധ്യം വേണം, ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യം വേണം. അത് ഒരു കോടതി എതിർക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഹൈക്കോടതി പോലെ ഡൽഹി സുപ്രീം കോടതി വരെയൊക്കെ ഞങ്ങൾ പല കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും പോകുന്നുണ്ട്. സുപ്രീം കോടതിയിൽ വേണ്ടി ജഡ്ജിമാർ അത്ര വലിയ കാര്യത്തിലും വക്കീലന്മാർക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ, അത് പ്രാതിനിധ്യം എന്താണ്? ജനസംഖ്യയ്ക്ക് ആനുപാതിക പ്രാതിനിധ്യമാണ്. അതാണ് പറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്താണ് വേണമെന്ന് പറഞ്ഞതെങ്കിൽ അദ്ദേഹം നാണക്കെടില്ല. ഇതിപ്പോൾ എന്തറിയുമോ? മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അതമ്പതിച്ചു എന്ന് മറ്റുള്ള പറയുകയും മുസ്ലിങ്ങളുടെ സപ്പോർട്ടർ കിട്ടുകയും ചെയ്യും. മുസ്ലിങ്ങൾ സാധാരണ അവിടെ UP സ്ത്രീകളൊക്കെ പണ്ടന്മാരാണല്ലോ. നിന്ന് പ്രിയങ്ക ഒരു കാര്യം പറഞ്ഞു. പ്രിയങ്ക പറഞ്ഞാൽ പിന്നോക്ക സമുദായങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു, ന്യൂനപക്ഷത്തോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളൊരു മനഃശാസ്ത്ര ഗ്രൂപ്പാണ്, മനഃശാസ്ത്ര വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പാണ്. മനഃശാസ്ത്രമായില്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവർ പറയുന്നത് അഖിലേഷിൻ്റെ ആ യുദ്ധി മുസ്ലിം സപ്പോർട്ട് കിട്ടാൻ വേണ്ടി, മുസ്ലിം വോട്ട് നിലനിർത്താൻ വേണ്ടിയാണ്, അല്ലാതെ നടത്താൻ വേണ്ടിയില്ല. അങ്ങനെ നടത്താൻ പറ്റില്ല. അതാണ്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി അത് പറഞ്ഞിട്ട് വിഷയത്തിൽ കേരളത്തിലേക്ക് വരാം. പ്രധാനമന്ത്രി പറഞ്ഞ്, വനിതകളെ ലോകസഭയിൽ നിങ്ങൾക്ക് സംവരണം പ്രഖ്യാപിച്ചു, അതിനെ എതിർത്ത് തോൽപ്പിച്ച പ്രതിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളോട് ദുഃഖം ചെയ്യുന്നു, ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തു പറയും. എൻ്റെ പ്രധാനമന്ത്രിജിക്ക് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന BJPക്ക് എന്തെങ്കിലും ആത്മാർത്ഥയോ സത്യസന്ധയോ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞ അതുണ്ടാക്കിയവരെ പാർട്ടി യോഗങ്ങളിൽ ഒരു പ്രമേയം പാസ്സാക്കിയാൽ മതി. എന്താണ് പ്രമേയം പറയുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ വനിതകൾക്ക് 1/3 സംവരണം ചെയ്യും. കാരണം പാർട്ടികൾക്ക് സംവരണം ചെയ്യാൻ നിയമം ആവശ്യമില്ല. പക്ഷേ പിന്നെ ഗവൺമെൻറ്റിൽ കൂടി വരണമെങ്കിൽ ഭരണഘടന ബാധിച്ചൊക്കെ ഉണ്ടാകും. അതാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കൊടുക്കൽ, ഇനി ഭരണഘടന ഇതൊക്കെ മാറ്റണം, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ചെയ്താണ് കഴിഞ്ഞ് 23 വന്ന പാസ്സാക്കിയ നിയമം ഈ ഇലക്ഷൻ വരില്ലായിരുന്നോ? ഇത് ഈ ഇലക്ഷൻ വരുമോ, അടുത്ത ഇലക്ഷൻ വരുമോ, ഇന്നത്തെ ഇലക്ഷൻ വരുമോ? അപ്പോൾ മോഡിയൊക്കെ കാലം കഴിയില്ലേ? അപ്പോൾ ഇവരൊന്നും ചെയ്യുന്ന ആത്മാർത്ഥമല്ല, സ്വന്തം കാര്യസാധ്യതയുണ്ട്. പിന്നെ അതാണ്, ഒരു ആത്മാർത്ഥയോ നാട് നന്നാക്കലോ ഒന്നുമില്ല. എല്ലാ നിലക്കും ജനങ്ങളെ പറ്റിക്കുക, സാധാരണക്കാരെ പറ്റിക്കുക എന്നല്ലാതെ രാജ്യം നന്നാക്കാനല്ല എന്ന് പ്രത്യേകം പറയണം. അപ്പോൾ മോഡിജിയുടെ ആത്മാർത്ഥത നമ്മൾ ദുഃഖം ഇതാണ്. പിന്നെ നമ്മൾ ഇതിൽ രാഷ്ട്രീയ സ്റ്റണ്ട് അതേപോലെ മറ്റ് സ്റ്റണ്ട് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ടാറ്റ കൺസൾട്ടൻസി ഏജൻസിയിൽ മതമരുന്ന് നടത്തുന്നു, സൗദി അറേബ്യയിൽ നിന്ന് ആയിരങ്ങൾ വരുന്നു, കോടികൾ വരുന്നു എന്നൊക്കെ ഇപ്പോഴും ആരോപണം. അതൊക്കെ ഈ ഇലക്ഷൻ സമയത്ത് വില പോകുന്നേ. അത് കണക്കാക്കാൻ കോൺഗ്രസ് പറ്റത്തില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്കയ്ക്കോ ഗാർഗിക്കോ എന്തെങ്കിലും നിലയിൽ ഒരു രാഷ്ട്രീയ വീക്ഷണം ഉണ്ടായതെങ്കിൽ, രാഷ്ട്രീയ ദീർഘമായ വീക്ഷണം ഉണ്ടായതെങ്കിൽ, ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ അദ്ദേഹം പറഞ്ഞ ആ തീരുമാനത്തെ പോലെ, അതായത് BJP ചോദിച്ചുള്ള എല്ലാ പാർട്ടിയും ഞങ്ങളുടെ മുന്നിലുണ്ടാവുന്നു, ജയപ്രകാശ് നാരായൺ പറഞ്ഞ ഭാഷ, അത് എന്തേ അവർക്ക് മനസ്സിലാകാത്തത്? മനസ്സിലാകത്തില്ലെന്ന് മാത്രമല്ല, 20% ഉള്ള മുസ്ലിം, ഞാൻ മുസ്ലിങ്ങളായതിന് തൽക്കാലം പറയാം, ആരും പറയാത്തവർ പറയണം. 20% മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കും കോൺഗ്രസിനാണ് 99.9% വോട്ടും കൊടുത്തിരിക്കുന്നത്. അതുപോലെ സംശയമുണ്ട് രാഹുൽജി, പ്രിയങ്കാജി, സംശയമില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിവരമില്ലായ്മയാണ്. പക്ഷെ എന്നിട്ട് പോലും ഒരു പോയിന്റ് വന്നറിയോ, ഞങ്ങളിത് സമ്മതിക്കില്ലെന്ന്. ഇത് സമ്മതിക്കില്ല. നീതി ലഭിച്ചേ തീരൂ, നീതി കിട്ടിയേ തീരൂ. ശക്തമായിട്ട് പറയട്ടെ. എന്താണ് നീതി കിട്ടാൻ? 20% ഒരു മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ വോട്ടിംഗ് കപ്പാസിറ്റിയുള്ള വോട്ട് ബാങ്കുമാണ് ഈ മുസ്ലിം സമുദായം. അത് ബ്ലോക്ക് കോൺഗ്രസ് കിട്ടുന്നുണ്ട്. BJPക്ക് ഒരു 1000-10,000 വോട്ടുകൾ BJP പോയിട്ടില്ല.
എന്നിട്ട് KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് ഇട്ടുകൊണ്ട് അവിടെ സച്ചിൻ പൈലറ്റ് നിയമിക്കാം എന്ന് ഏതോ ഒരു AICC ബുദ്ധിജീവി വന്നിട്ട് എടോ AICC ബുദ്ധിജീവി. അപ്പോൾ സച്ചിൻ പൈലറ്റ് വിഭാഗം എത്രയുണ്ട് ഇന്ത്യയിൽ? എത്രയുണ്ടോ വേണോ സച്ചിൻ പൈലറ്റ് വിഭാഗം? എനിക്കൂടെ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടാണ്, ബ്രാഹ്മിൻസ് അല്ല. ആകെ 2% ഈ 10% ഉയർന്ന ജാതി, അതിൽ 2% ബ്രാഹ്മിൻസോ, ബാക്കി 8%. ഇപ്പോൾ എങ്ങനെ വന്നാലും ഒരു 2% ഉണ്ടാവുള്ളൂ ക്ഷത്രിയർ, അതിൽപ്പെട്ടാണ്. മറ്റ് ഇവിടെ 20% ഉണ്ട്. അതിലെ ഒരാളെ ആക്കണം എന്ന് നിങ്ങൾ തോന്നുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ കർണത്തിലടിക്കാത്തോട്ടല്ലേ ഈ സമുദായം എന്ത് ചെയ്താലും RSS ഉള്ളതുകൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ കൂട്ടി എന്നുള്ളൊരു അഹങ്കാരവും ധിക്കാരവും അറിവില്ലായ്മയും എല്ലാം ചേർന്നല്ലേ. അതിന് വേണ്ട ഞങ്ങൾ വീണ്ടും പറയുന്നു, RSSനെ കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ നിങ്ങളുടെ വരിയിൽ നിർത്താതെ നിങ്ങൾ കുഞ്ഞാക്കായോ അല്ലെങ്കിൽ കോൺഗ്രസ്, ഈ കത്തോലിക്ക കോൺഗ്രസ് തീരുമാനിച്ച് ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ ഇതാണല്ലോ അഹമ്മദ് പട്ടേലുണ്ടായതല്ലോ, അന്ന് സോണിയാഗാന്ധിയുടെ കാലത്താണ്. സോണിയാഗാന്ധി ഉപദേശകരായിരുന്നു, അന്ന് കുറേയൊക്കെ നല്ല ചെയ്തിട്ട് അയാളുണ്ടായല്ലോ. ഇവിടെ എല്ലാവരും അച്ഛൻ മരിച്ച മകനെ വഹിക്കാറില്ല, എൻ്റെ അയാളുടെ മകനെ കൂടെ ഇല്ലാതെ അവസരം അയാൾ പാർട്ടി പോയില്ലേ, സമ്മതിക്കില്ല. പുഴയിലെ വെള്ളം കടയിൽ ചിലപ്പോൾ പതയാക്കി കളയും പോലെ അങ്ങനെ ആരെങ്കിലും മുസ്ലിം കയറി വന്നു കഴിഞ്ഞാൽ ഈ കഴിവേറുടെ മക്കൾ തകർത്ത് കളയും. ഞാൻ ഉദാഹരണം പറയാടോ, ഞാൻ എന്തിനു പേടിക്കണം? ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റ് ഒരു മുസ്ലിം വെച്ച് ഈ കോൺഗ്രസ് വാലൂതുന്ന കൊള്ളൂതുന്ന ഈ കള്ളക്കാക്കന്മാർ മനസ്സിലാക്കാൻ വേണ്ടി മതി ഒരു യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് കാക്കാൻ വെച്ചു. ഒരാഴ്ച എത്തിയില്ല, അപ്പോഴേക്കും പെണ്ണേശി പറ്റി ആൾ പറഞ്ഞു വിട്ടു. അവർക്കണ്ട ഇസ്രാർ അൻസാരിയെ എങ്ങോട്ട് തർക്കം കോൺഗ്രസ്? ബോംബെയിൽ ഡൽഹിയിലെ പാലിക ബസാറിൽ തുർക്കുമാൻ ഗേറ്റിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഈ സഞ്ജയ് ഗാന്ധി, രാഹുൽ ഗാന്ധി അല്ല, രാഹുൽ ഗാന്ധി അച്ഛനുമല്ല, സഞ്ജയ് ഗാന്ധി അവിടുത്തെ പാവങ്ങൾ 10,000 പാവങ്ങളെ ഒരു പട്ടാളത്തെ കൊണ്ടുവന്ന് തകർത്ത് കത്തിച്ച് വെച്ചപ്പോൾ ആ നീലവിളി ശരിക്ക് ആ മണ്ണിൽ ചെവി വെച്ച്, ഞാൻ പലവാശി പോലാണ്, ചെവി വെച്ച് എടുത്താൽ ഈ ട്രെയിനിൻ്റെ പാളത്തിൽ നമ്മൾ ചെവി വെച്ചാൽ 1-2 കിലോമീറ്റർ അകലെ നിന്ന് വരെ ട്രെയിൻ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും, ആ വൈബ്രേഷൻ എന്ന് പറയാം. അതുപോലെ ചെവി വെച്ചാൽ കരശിദ്ധം കേൾക്കാം. ആരെ നേതൃത്വം കൊടുത്ത്? കോൺഗ്രസ് അല്ലേ. സഞ്ജയ് ഗാന്ധി കോൺഗ്രസ് അല്ലേ, ഇന്ദിരാഗാന്ധി കോൺഗ്രസ് അല്ലേ. അന്ന് ആലപ്പുഴക്കാൻ ഒരു കളക്ടർ, പിന്നെ ബാബുരി ബസ് പൊളിച്ചൊരു ആലപ്പുഴ കളക്ടർ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞ് ഇനി ഒരു കൊച്ചു പാകിസ്ഥാൻ ആവശ്യമില്ലായെന്ന് പറഞ്ഞിട്ടാണ് 10,000 മുസ്ലിം മാത്രമുള്ള തുർക്കുമൻ ഗേറ്റ് അവിടെ പിന്നെ ഇവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് വരുന്ന ആൾക്കാർ കാണുന്നില്ലേ. അതുപോലെ ഈ കോൺഗ്രസ് ഗവൺമെൻറ് കാലം BJP 10 വർഷമല്ലേ ആയിട്ടുള്ളൂ, ആട്ടി ഓടിച്ചാണ് ഈ സവർണനക്ക് വേണ്ടി. അതാണ് ഈ ഇവിടെയൊക്കെ വരുന്ന കാരണം അവർ അത് നല്ല സുന്ദരികളൊക്കെയാണ്, കാരണം മുഗൾ പാരമ്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ തെണ്ടി വന്നെങ്കിലും. എന്നിട്ട് എന്താണ് കോൺഗ്രസ് ഇന്നും പറയുന്നത്? ഈ ജനസംഖ്യയിൽ 0.3% മാത്രമാണ്, 1% ദേശീയ ലെവലിൽ നായരുന്നുണ്ട്. ഇത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് അങ്ങനെയുള്ള KC വേണുഗോപാൽ നിങ്ങൾ 2ാം സ്ഥാനത്തോണ്ട് ഇരുത്താൻ പറ്റി. 20% അത് നായ്മാരിൽ 0.3% ഉണ്ടെങ്കിൽ തന്നെ അതിൽ പകുതിയിൽ കൂടുതലും സംഘപരിവാർ വോട്ട് ചെയ്യുന്നവരാ. ബാക്കി കമ്മ്യൂണിസ്റ്റിലേക്ക് പോകുമ്പോൾ വളരെ കുറച്ച് പോയിന്റ് ഒന്നുപോലും കിട്ടില്ല. അങ്ങനെയുള്ള ഒരു നായരെ കുടുംബങ്ങൾ അവിടെ ഇരുത്തിയിട്ട് കുഴപ്പമില്ല, പാർട്ടി ഭരിക്കാൻ പറ്റുമോ? തകർത്ത് കളഞ്ഞല്ലേ. അപ്പോൾ 20% N ബ്ലോക്ക് കിട്ടുന്ന ഈ സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയിട്ട് നിങ്ങൾ എന്തെടോ പരിഗണിക്കാത്തത്? രാഹുലെ നാണം കെട്ട് വന്നപ്പോൾ രാഹുൽ വയനാട്ടിൽ വന്ന് നാണക്കേട് മാറ്റിയെടുത്തല്ലോ. ബട്ട് അന്തോണിക്ക് 2 ചിഹ്നം കൊടുത്തില്ലേ, 2 ചിഹ്നം കിട്ടിയപ്പോൾ നഗ്ന വരച്ചെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞപോലെ. എന്നിട്ട് നമ്മുടെ തിരൂരങ്ങാടി കൊണ്ട് 99% മുസ്ലിങ്ങളുടെ സ്ഥലത്ത് എന്നിട്ട് അവിടെ ജയിപ്പിച്ചെടുത്തില്ലേ. അതുപോലെ ധൈര്യമുണ്ടോ മുസ്ലിം അല്ലാത്ത ഭൂരിപക്ഷം ജാതികളുടെ ഒരു അമുസ്ലിമിനെ അല്ലെങ്കിൽ ഒരു മുസ്ലിം നിർത്തി ജയിപ്പിക്കുക? നിങ്ങൾക്ക് ഏതെങ്കിലും തെണ്ടി രാഷ്ട്രീയക്കാർക്ക് ധൈര്യമുണ്ടോ? ഒരു ക്രിസ്ത്യൻ മേഖല കൊണ്ട് കാക്ക നിർത്തി ജയിപ്പിക്കാൻ, ഒരു ഹിന്ദു മേഖല കൊണ്ട് കാക്ക നിർത്തി ഇപ്പോൾ കൊച്ചി കൊണ്ട് കിട്ടുന്നില്ലേ? ഞാൻ വരട്ടെ, ഇലക്ഷൻ റിസൾട്ടോട്ടെ, നിങ്ങളുടെയൊക്കെ കരണത്തിൽ അടി കിട്ടും. കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ജോയി മലപ്പുറത്ത് നിന്നിട്ടുണ്ട്, ഇവിടെ ഇയാൾ തോന്നുന്നുണ്ട്. രണ്ടും വ്യത്യാസം കാണിച്ചു തരും. എന്തെങ്കിലും കാരണവശാൽ കൊച്ചിയിൽ ഷിഹാസ് തോറ്റാൽ അതിന് കൊടുക്കേണ്ട ഫലം ചെറുതൊന്നുമില്ല. വരട്ടെ, വരുമ്പോൾ 70-ാം വയസ്സിൽ തെണ്ടുമെന്ന് വെച്ച് 7-ാം വയസ്സിൽ പാളിയിടേണ്ട കാര്യമില്ല. റിസൾട്ട് വരാതെ നമ്മൾ പറയുന്നത് മണ്ടത്തെ ഞങ്ങൾ പറയില്ല. വീണ്ടും പറയണേ, എന്തുകൊണ്ട് 20% വരുന്ന വിഭാഗത്തിന് നിങ്ങൾ പരിഗണിക്കുന്നില്ല? ഇത് ദേശീയ ലെവലിൽ പോട്ടെ, അന്തർദേശീയ ലെവലിൽ പോട്ടെ. ഈ അനീതി
ഈ അനീതി നിങ്ങൾ അറിയിക്കണം. ഇത് കേൾക്കുന്നവരെല്ലാം അറിയിക്കണം. ഞാൻ കോൺഗ്രസ് നശിപ്പിക്കാനല്ല, കോൺഗ്രസ് വിരോധമല്ല, പക്ഷേ നീതി വേണ്ടോ, സോഷ്യൽ ജസ്റ്റിസ്. എത്ര കാലമായി 5ാമത്തെ 6ാമത്തെ 7ാമത്തെ ഒരു നേതാവ് ഈ സമുദായത്തിലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാതി ഒന്നുമില്ല, സമ്മതിച്ചു, അങ്ങനെ പറയുന്നില്ലല്ലോ. ഓരോ സ്ഥാനാർത്ഥികളും വരുമ്പോഴും ജാതി മാത്രം ഉപജാതി നോക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ എന്തെങ്കിലും ജാതി ഇല്ലയെന്ന് പറഞ്ഞാൽ, അതായത് കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കണം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരെ താഴെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആരംഭം തുടങ്ങിയത് എവിടെയെന്നറിയോ? തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലാണ്. 4 പ്രാവശ്യം ജയിച്ചു എന്നാൽ ഒരു ശുദ്ധഗതിക്കാരിയെ, കഴിവുള്ള ജന്മനാ കമ്മ്യൂണിസ്റ്റുകാരിയെ ആ സ്ത്രീ നിൽക്കെ ഇന്നലെ വന്ന് ആര്യ രാജേന്ദ്രന് കൊടുത്ത്. അവിടെ അവർ തെമ്മാടത്തിൽ കാണിച്ച്, ധിക്കാരം കാണിച്ച്, അഹങ്കാരം കാണിച്ച് കമ്മ്യൂണിസ്റ്റ് വ്യഭിചരിച്ചു പോയത്, സത്യത്തെ വ്യഭിചരിച്ചു. ഒക്കെ തൂറിക്കിടന്ന് മെഴുകുന്നു. എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ? 4 പ്രാവശ്യം ജയിച്ചു എന്നല്ലേ കൊടുത്തോ? അതുപോലെ നിങ്ങൾ എന്തിനാണ് ഈ 0.3% അല്ലെങ്കിൽ 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടുള്ള ഈ 3 നായർ തന്നെ വേണം എന്ന് പറയാൻ വേറെ ആരും പേര് പറയാത്തത്? എന്ത് പ്രിവിലേജാണ് നിങ്ങൾക്കുള്ളത്? ഞാൻ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടോ പറയുന്നില്ല. കാര്യങ്ങൾ പറയുമ്പോൾ കാര്യങ്ങളായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഇത് പറയാൻ ഏതെങ്കിലും കുഞ്ഞ് ധൈര്യമുണ്ടോ പറയാൻ? നിങ്ങൾക്ക് അവൻ പറയാൻ പറ്റില്ല, പറയില്ല. ഞാൻ പറഞ്ഞില്ല, അൻവർ സാദത്ത് ഏറ്റവും വലിയ ദൈവം അൻവർ സാദത്ത്. അൻവർ സാദത്ത് എന്താ ലക്ഷ്യത്താൽ പുള്ളിക്കൊരു സീറ്റ് കിട്ടിയാൽ പുള്ളി സംതൃപ്തനായി, MLA ആയി സംതൃപ്തനായി. ബന്ദ് ആയ അത് ഹയറാവും, അതൊന്നും ആകാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ് മുസ്ലിങ്ങളുണ്ടോ? അഥവാ അവനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തകർത്തുകളില്ലേ? ഇസഡ് അൻസാരി എന്താണ് തകർത്ത്? അയാൾ ശരീരത്തിന് വേണ്ടി വാദിച്ചു. അത് സോണിയാഗാന്ധി ഇതാണ്, അല്ലാതെ ഇന്ദിരാഗാന്ധി ഒന്നുമല്ല. 84 ശേഷമാണല്ലോ. 88 അദ്ദേഹം പെരുമ്പാവൂരുമായ യോഗത്തിൽ ഞാൻ ഉണ്ടായിരുന്നത്. എന്താണ് പരിസ്ഥിതി സൗഹൃദം? രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. അപ്പോൾ 85, 86 അപ്പോൾ ഒരു 16 വയസ്സുള്ള പെൺകുട്ടി ഈ ഇസഡ് അനുസരിച്ച് വീട്ടിൽ ക്യാബിൽ ചെന്ന് ഒരു അരമണിക്കൂർ കൊച്ചു നിലവിളിച്ച് ഇറങ്ങി വന്നു. ഇത്രയേ ഉള്ളൂ. കോടതി പെണ്ണ് കേസ് കൊടുത്ത്. അപ്പോൾ നമ്മൾ ഡൽഹി മുഖ്യമന്ത്രി ഷീല കൗൾ, ഡൽഹി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്, അതുപോലെ ഒരു നേതാവാണ് ഷീല കൗൾ, UP യിലാണ്. അവൾ പറഞ്ഞതറിയോ? അൻസാരി, നിങ്ങൾ മത്സരിക്കുന്നില്ലെങ്കിൽ കേസ് പിൻവലിക്കാം. അയാൾ സമ്മതിക്കില്ല, മത്സരിച്ച് തോൽപ്പിച്ചു കളഞ്ഞ് കേസ് പിൻവലിച്ച് പിന്നെ കേസില്ല. അങ്ങനെ ഓരോരുത്തരെയും കോൺഗ്രസ് ഇങ്ങനെ ഒതുക്കിക്കണം. അങ്ങനെ ഒരു കോൺഗ്രസ് നമുക്ക് വേണ്ടെന്നേ. മറ്റുള്ളവർക്ക് കിട്ടും പോലെ ആ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് പ്രാതിനിധ്യം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പാർട്ടി വേണ്ട. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആയാലും അത് ലീഗ് മര്യാദ നിൽക്കണം. ലീഗാണ് ഞാൻ പറയും, ഇന്ത്യയിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനും പിന്നോക്കനും കുഴപ്പം, 2 ആൾക്കാർ, ഒന്ന് ഈ ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസും, ഒന്ന് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗാണ്. തങ്ങളൊക്കെ വാക്കുകൾ എന്ത് പാലിയാടും. ഇത് വയനാട്, തമിഴ്നാട് ഒരു സീറ്റ് ഇട്ട് പ്രചരിച്ച് പോയേക്കാണ്. ഞാൻ ചിലപ്പോൾ സീതി സാഹിബ് ഉണ്ടാക്കിയ പാർട്ടിയുടെ എല്ലാം മരിച്ചാണ്. ഇപ്പോൾ കോടീശ്വരന്മാരാണ്. ബെൻസ് കാലമല്ല, അപ്പുറത്തെ കാലം നടക്കുന്നത്. ഒക്കെ നടന്നോട്ടെ. നിങ്ങൾ കഴിവുള്ളവരായതെങ്കിൽ ആ മുസ്ലിമിൻ്റെ പേര് മാറ്റി ഒരു ദേശീയ ധാരയിലാണെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ പാടില്ലേ? ആരോട് ചോദിക്കണം? നിങ്ങൾ തീരുമാനിക്കുക ആര് മുഖ്യമന്ത്രിയാണെന്ന്. അത് നിങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ മുസ്ലിം എന്നെ പേരിട്ടിട്ട് പാർട്ടി ഉണ്ടാക്കി അതിൽ നിങ്ങൾ മുഖ്യമന്ത്രി ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കുകയില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ ചോദിക്കുകയില്ല. പക്ഷെ അപ്പോൾ അതിനർത്ഥം നിങ്ങൾ മുഖ്യമന്ത്രി ആകുകയില്ല, മറ്റുള്ള മുസ്ലിങ്ങളെ മുഖ്യമന്ത്രി ആക്കുകയില്ല. ഇതേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുകയില്ല, പക്ഷേ മറ്റൊരാളെ ആക്കുകയില്ല. ഇപ്പം എന്താണ് ബില്ല് പാസ്സായില്ല പോലെ കൊട്ടി ഘോഷിച്ച് രാഹുൽ ദൈവമാണെന്ന് പറഞ്ഞൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ അവർക്ക് വോട്ടിന് ഭേദമില്ലേ? എന്നാൽ രാഹുൽ പിന്നെ മോഡിയുടെ പ്രചരണം നിങ്ങൾക്ക് ഞങ്ങൾ സംവരണം വെച്ചാണ്, പക്ഷേ കോൺഗ്രസ് സമ്മതിക്കില്ല, പ്രതിപക്ഷ പാർട്ടി സമ്മതിക്കില്ല. ഇതല്ലേ ഡോർ ടു ഡോർ പരസ്യം വന്നേക്കണത്. ഇത് കേൾക്ക് സാധാരണ സ്ത്രീകൾ കോൺഗ്രസ് എതിർത്ത് അല്ലെങ്കിൽ TMC എതിർത്ത് BJP ചെയ്യില്ലേ? ഇപ്പം കർണാടക പിടിച്ചെത്തില്ലേ? അർത്ഥശൂന്യമാണ്. യാതൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി, എന്നിട്ട് പറയുന്നത് 8-10 ഡിഗ്രിയാണ്. അത് എങ്ങനെ ഗുണം പിടിക്കുമെന്നാണ്? എങ്ങനെ ഗുണം പിടിക്കും? രാജ്യത്തെ നശിപ്പിക്കാൻ സംഘപരിവാർ ഇത്രയും പെട്ടെന്ന് ഭരണത്തിൽ കയറാൻ കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ പെണിങ്ങാലും കൊള്ള എണിങ്ങല്ല. ഈ സോണിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇന്ത്യയിൽ വന്ന്
തലപ്പത്ത് വന്നിട്ടാണ്. അവർക്ക് വളരെ മെച്ചായില്ലേ? കത്തോലിക്ക സ്ത്രീ തലപ്പത്ത് ചെയ്താൽ പിന്നെ ഇന്ത്യയിൽ ഹിന്ദു വർഗീയത പറയുന്നവർക്ക് എത്ര എളുപ്പമായി കാര്യം. അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇന്ത്യയെ നയിക്കുന്ന കോൺഗ്രസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞായാലും ബോധം വേണ്ടേ കോൺഗ്രസ് നിൽക്കുന്ന മുസ്ലിങ്ങൾക്കും കോൺഗ്രസ്സുകാർക്കും? കാരണം 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് രാഹുൽ ഗാന്ധി വന്ന് ഈ വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് ജയിപ്പിച്ച് അർമാദിച്ചപ്പോൾ അത് ഫല 50 സീറ്റ് കോൺഗ്രസ് പോയി വടക്കേ ഇന്ത്യയിൽ. കാരണം ഇതെല്ലാം കൊച്ചു പാകിസ്ഥാൻ BJP ഒന്ന് പ്രചരണം കൊടുക്കല്ലേ. ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയാൻ നിർത്താം. BJPയുടെ ഇലക്ഷൻ പ്രചരണം തെറ്റായിട്ട് ശരിയായിട്ട് അവർ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥ കാണിക്കുന്നു. കക്ക പോയാൽ വിജയിക്കണം, തെറ്റും ശരി പറയുകയാണ്. അതുപോലെ ഇലക്ഷൻ എന്നാൽ ജയിക്കുകയാണ്. അത് ചെയ്യണ്ടോ? അവരെന്താ ചെയ്യുന്നത്? ഒരു വോട്ടർ ലിസ്റ്റിൻ്റെ പേജ് എടുത്താൽ ഒരു പേജിൽ ഒരു പ്രധാന ആളെ വയ്ക്കും. ഒരു വോട്ടർ ലിസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു 50 പേരെ പറ്റുള്ളൂ, ഇല്ലാന്ന് തോന്നുന്നു. 50 പേരെ ഇട്ടുള്ളൂ വോട്ടർ ലിസ്റ്റ്. 50 പേരിട്ടെങ്കിൽ അതാണ്ട് ഒരു 5 പേര് വെച്ചാണെങ്കിൽ 80 കുടുംബം കാണും. 40 അല്ലെങ്കിൽ 100 കുടുംബം വെച്ചോ. 100 കുടുംബത്തിനാണ്, അല്ലെങ്കിൽ 100 കുടുംബം 12-13 കുടുംബം വരുള്ളൂ. അപ്പോൾ 12-13 കുടുംബക്കാർക്ക് വേണ്ടി ഒരാൾ മെയിൻ ആളെ വെച്ചിരിക്കുകയാണ്. ഇത് അവരെ സഹായിക്കാൻ 12 ആളും, മൊത്തം 12 + 13 ആൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വീടിന് BJPയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. അവിടെ ആരെങ്കിലും അവനറിയും. കോൺഗ്രസോ ഈ ആൾക്കൂട്ടലിയാണ്. അത് മണ്ടന്മാരുടെയും ബുദ്ധിശൂന്യരുടെയും എന്താണ് ഇതാണ് ഈ ആൾക്കൂട്ടുന്നത്. ആൾക്കൂട്ടം ഒരിക്കലും ഓക്റ്റാവില്ല. ഇവിടെയും സജീന്ദ്രൻ്റെ അടുത്ത് സതീശനെ കാണിച്ചു ആൾക്കൂട്ടാണ്. വോട്ടേജ് ലിസ്റ്റിൽ പേരുണ്ടോ? അതിലൂടെ പേര് പോയി ചെയ്യിക്കണം. അതിൻ്റെ വോട്ട് എണ്ണ കാത്തിരിക്കണം. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇവിടെയാണ് ഈ കള്ളന്മാർ ഇവിടെ ചർച്ച ചെയ്തും അവർ ശ്രമം മുഴുവൻ വോട്ടിലിവിടെ അറിവായി നടക്കാണ്. അത് നോക്കണില്ല, ചിന്ത വിടുകയാണ്. ഈ കക്കാൻ വരുന്നില്ല അപ്പുറത്ത് ബഹളം ഉണ്ടാക്കുമ്പോൾ ഉത്സവപ്പറമ്പിലൊക്കെ. അതുപോലെ ഈ വോട്ടിൽ നടക്കുന്ന ചില അടിയൊഴുക്കളൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമിക്കാതെ ഇവിടെ മുഖ്യമന്ത്രി ആരാണോ തർക്കമാണ് ഇപ്പോൾ കഴിഞ്ഞൊരു മാസമായിട്ട്. ഇവരൊക്കെ വാസ്തവം പറഞ്ഞാൽ ഇത് ചന്തിക്കടിക്കണ്ടേ ചാട്ടുപാറുണ്ട് ഈ കോൺഗ്രസ് നേതാക്കളെ. മറ്റുള്ള നേതാക്കൾ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞിട്ട് കാലം ഇത് വരുന്നില്ല. മറ്റേ ഘടകകക്ഷി ആൾക്കാരെ പറഞ്ഞിട്ട് കാലം അവരെല്ലാം ഇത് കേൾക്കുക. വാസ്തവം പറഞ്ഞാൽ ഞങ്ങളൊക്കെയാണ് അധികം. ഈ 3 നേതാക്കൾ ആദ്യമായിട്ട് അകത്തുകൊണ്ടിടും, ജയിലിലിടും. ഈ 3 നേതാക്കൾ ആര് വേണമെന്ന് ജനങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ MLA തീരുമാനിക്കും. ഭൂരിപക്ഷം MLA പറഞ്ഞ ഒരാൾ കൊടുക്കണം. അതിനെന്താണ് ഇത്ര ചർച്ച? അപ്പം അതല്ല, തട്ടിപ്പാണ്. നശിപ്പിച്ചു കളഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗും ഈ ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസും കൂടി BJPയുടെ കയ്യിലേക്ക് തളികയിൽ വച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പോയി പശ്ചിമ ബംഗാളിൻ്റെ കാര്യം സംശയമായി, ആസാം പോയി, പിന്നീട് തമിഴ്നാട് ഏതാണ്ട് പിടിച്ച് നിൽക്കാം. അതിനെ മാറ്റാൻ വേണ്ടി വേണുഗോപാലൊക്കെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ആകെ ഒരു കേരളമുള്ളൂ. അതിപ്പോൾ ഉറപ്പില്ലാത്ത രീതിയിലാണ്. പിന്നെ എങ്ങനെയാണോ ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി വാദിക്കുക? എങ്ങനെ പറയാതിരിക്കുന്നത്? അല്ലെ കോൺഗ്രസ് വിരോധം ഉണ്ടായിട്ടാണോ? അല്ലെങ്കിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. ഇത് നിങ്ങൾക്കാണെങ്കിൽ മണ്ടത്തരമാണ്. ഈ മണ്ടത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന സാധാരണക്കാരാണ്. അവിടെയാണ് വിഷയം. ഞാൻ ഇലോൺ മസ്ക് പറഞ്ഞത് രാവിലെ പോയിട്ട് ചൊവ്വയിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലോകത്ത്. അത്രയും വിപുലമായ മാറ്റങ്ങൾ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത്, ഈ ലോകത്ത്, ഈ ഇന്ത്യയിൽ, ഈ കൊച്ചു കേരളത്തിൽ ഇലക്ഷൻ പെട്ടി അകത്തിരിക്കുകയാണ്. അത് റിസൾട്ട് വന്നിട്ടില്ല. ഇതിലൂടെ മുഖ്യമന്ത്രി കടി പിടിക്കുക. നിങ്ങൾ എന്താ വിളിക്കുക? പിന്നെ മണ്ടെന്നോ വിഡ്ഢിയെന്നോ? മണ്ടനാകാൻ കുഴപ്പമില്ല, അറിവില്ലായ്മ കുറ്റമല്ല. പക്ഷെ വിഡ്ഢിയാകുന്ന മണ്ടത്തില. കാരണം അറിവുണ്ടായിട്ടും മണ്ടത്തരം കാണിക്കുമ്പോൾ വിഡ്ഢിയെന്നാണ്. ഞാൻ ഒരിക്കലും പറയാം, മണ്ടത്തരം കുഴപ്പമില്ല, അറിവില്ലായ്മ കുറ്റമല്ല, മണ്ടന്മാർ. പക്ഷെ വിഡ്ഢികളോ? അറിവുള്ളവർ മണ്ടത്തിൽ കാണിക്കും വിഡ്ഢികൾ എന്ന് പറഞ്ഞത്. നിങ്ങൾ വിഡ്ഢികളാണ്. അതാണ് ഞങ്ങൾ സങ്കടം. മനസ്സിലായില്ലേ? ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇനി ഇവർക്ക് ഭരണം കിട്ടി ഇവരെന്ത് ചെയ്യും? ഇപ്പോഴും രാഹുൽ ഗാന്ധി നമ്മൾ 20% വരുന്ന ഈ മുസ്ലിം സമുദായത്തിൽ N ബ്ലോക്ക് വോട്ട് കിട്ടിയിട്ടും അവിടെ നിങ്ങൾ എവിടെയോ പരിഗണന. നിങ്ങൾക്ക് ഭയമാണ് മുസ്ലിങ്ങളുടെ കാര്യം പറയാൻ. കാരണം 20% വോട്ട് N ബ്ലോക്ക് കിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി.
അവരുടെ പേര് ഉച്ചരിക്കാൻ രാഹുലിനും പ്രിയങ്കയ്ക്കും സോണിയാഗാന്ധി അന്നൊന്നും ഉച്ചരിക്കുന്നില്ല. സോണിയാഗാന്ധി ആകെ ചെയ്തതെന്നറിയോ മുസ്ലിങ്ങൾക്ക് വേണ്ടി? ഞാൻ പറഞ്ഞുതരാം. അഹമ്മദ് സാഹിബ് പാർലമെൻറ്റിൽ കിടന്ന് മരിച്ചപ്പോൾ അതിപ്പോൾ അവർ പിറ്റേന്ന് മന്ത്രിസഭ കൂടി വലിയ കാര്യങ്ങളോട് പുറത്ത് വിടില്ല, അവധി പ്രഖ്യാപിക്കണ്ടേ. അത് വിട്ടപ്പോൾ ദേവി പോയി തള്ള പോയി രാത്രി 2-3 മണിക്കൂർ കുത്തിയിരുന്ന് ആ മയ്യത്ത് പുറത്ത് വിട്ട ശവം അതിൽ പുറത്ത് വിട്ടു. അതാകെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരേ ഒരു കാര്യം രാഹുൽ ഗാന്ധി, ഈ സോണിയാഗാന്ധി. അല്ലെങ്കിൽ പറയട്ടെ നിങ്ങൾ ഇതിൻ്റെ കാര്യം ഇതല്ലാതെ അതാർക്കാ? ലീഗിന് പ്രത്യേക ഒരു വ്യക്തിക്ക്. അവിടെ മുസ്ലിങ്ങൾക്ക് എന്ത് കാരണമുണ്ടായി? എന്ത് കേട്ടുണ്ടായിട്ടോ? നിങ്ങൾ ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിട്ട് മുസ്ലിം സമുദായത്തിൽ കേട്ടുണ്ടായി? കൊച്ചു കേരളത്തിൽ പോലും അല്ലെ വിദേശത്ത് പോയി കുറച്ച് കാശുണ്ടാക്കി പട്ടിണി കിടന്ന് കാശുണ്ടാക്കി വിടാത്ത കുറേ ബിൽഡിംഗ് വെച്ചതെന്നല്ലാതെ ഗവൺമെൻറ്റിൽ നിന്നുള്ള എന്ത് നേട്ടം ഉണ്ടാക്കണത്? എവിടെ കയറിയോട്? ഇനി കുഞ്ഞാക്ക് കയറിയല്ലോ. 67% സമയത്ത് ലീഗ് ഉൾപ്പെടെ ഭരിച്ചിട്ടുണ്ട് കേരളം. അതിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായി. എന്നിട്ടും 12% റിസർവേഷൻ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചവരെ കൊണ്ട് സാധിച്ചൊരു കണക്ക് പറയടോ. എനിക്ക് വ്യക്തിപരമായിക്കൊന്നുമില്ല. ഞാൻ പിന്നെ ആരെയും അന്ധമായിട്ട് പൂജിക്കില്ല എന്നുള്ളൂ. ഞാൻ പൂജിക്കുന്നത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, വേറെ ആരും പൂജിക്കില്ല. പക്ഷെ എല്ലാവരും ബഹുമാനിക്കും. കാര്യം തോന്നു പറയും. ആരും ഭയം കൂടാതെ കാര്യങ്ങൾ തോന്നു പറയും. വോയിസ് ഫോർ വോയിസ്ലെസ്, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാർ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മുഖ്യമന്ത്രിയായിട്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമെ തന്നെ ആക്കണം. എങ്ങനെ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എങ്ങാണ് ഈ പരാതി എല്ലാം തീരുള്ളൂ. നിങ്ങൾ ദേശീയ ലെവലിൽ പിടിച്ചു നിൽക്കാം. അല്ല മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് നമുക്ക് നാണിക്ക് ലജ്ജിക്കാണ് സംഘപരിവാർ ഓർത്ത് പേടിയാണെങ്കിൽ പോയി തന്നെ. തന്നെയല്ല 20% ഉള്ളവർക്ക് അതിൻ്റെ ആനുപാതികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഇപ്പോൾ കൊടുക്കണം. അത് ഒരു വിട്ടു ചെയ്യുമ്പോൾ ഒരു വിട്ടു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തകർന്ന് തരിപ്പണായി പോകുന്നത് അതിനാണ്. കേന്ദ്രം പോയതുപോലെ കേരളം പോകും. അത് വരുത്തരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.